അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുവിൽ നിന്നുള്ള സുരക്ഷയും സമാധാനവും നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ആരുമില്ലാത്തവർക്ക് ആരെങ്കിലും ആവുക എന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന പുണ്യകർമ്മമാകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ഒരു ദിവസം, ഈദിൻ്റെ ദിവസം, ഒരു കുട്ടി വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, എനിക്കാരുമില്ല, ഇന്ന് ഈദിൻ്റെ ദിവസമാകുന്നു, എനിക്ക് വസ്ത്രം വാങ്ങിത്തരുവാൻ പോലും ആരുമില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആ കുട്ടിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നു മുതൽ ഞാൻ നിൻ്റെ ഉപ്പയാകുന്നു, ആയിഷ നിൻ്റെ ഉമ്മയാകുന്നു, ഫാത്തിമ നിൻ്റെ സഹോദരി. 6-ാമത്തെ വയസ്സിൽ അനാഥനാവേണ്ടി വന്ന ആ മഹാനായ മനുഷ്യനറിയാം ഒരു അനാഥൻ്റെ സങ്കടം എന്തൊക്കെയെന്ന്. അതുകൊണ്ടാണ് സത്യം മാത്രം പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അനാഥനെ സംരക്ഷിക്കുന്നവൻ ചൂണ്ടുവിരലും നടുവിരലും ഉയർത്തിപ്പിടിച്ച് കാണിച്ചുകൊണ്ട് പറഞ്ഞു, അനാഥയെ സംരക്ഷിക്കുന്നവനും ഞാനും സ്വർഗത്തിൽ ഇതുപോലെയായിരിക്കുമെന്ന്. ആരുമില്ലാത്ത ആളുകൾക്ക് ആരെങ്കിലും ആവുക എന്നത് മഹത്തായ ഒരു കാര്യമാകുന്നു. അമേരിക്കയിൽ നടന്ന ഒരു സംഭവമുണ്ട്. അത് പിന്നീട് സിനിമയായി വരികയും ചെയ്തു. പ്രശസ്തനായ സൈക്കോളജിസ്റ്റ് ഒരുപാട് ആളുകളെ മരണത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും ഡിപ്രഷനിൽ നിന്നും കരകയറ്റിയ വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് ഡിപ്രഷൻ വന്നപ്പോൾ ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി ഒരു ഉയർന്ന ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറുന്നു ചാടാൻ തീരുമാനിച്ചു. ജനങ്ങളൊക്കെ കണ്ടപ്പോൾ ഫയർഫോഴ്സും TV-ക്കാരൊക്കെ വന്നു ഇദ്ദേഹത്തോട് വിളിച്ചു പറഞ്ഞു, താങ്കൾ ചെയ്യരുത് എന്ന്. ഇത് കണ്ടു നിന്ന ഹോംലെസ്സായ, വീടൊന്നുമില്ലാത്ത സ്ട്രീറ്റ് ബെഗർ ഇത് നോക്കി നിന്നുകൊണ്ട് സൂത്രത്തിൽ ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി പെട്ടെന്ന് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന ആ സൈക്കോളജിസ്റ്റിനെ തള്ളി മാറ്റി. വളരെ അത്ഭുതത്തോടുകൂടി ആ സൈക്കോളജിസ്റ്റ് കോലമൊക്കെ കണ്ട ആ ബെഗർ തെണ്ടിയായ ആളോട് ചോദിച്ചു, എന്തിനാണ് താൻ എന്നെ രക്ഷപ്പെടുത്തിയത്? അപ്പോൾ ആ തെണ്ടിയുടെ മറുപടി, താങ്കൾ ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ ശ്രമിച്ചു, ഞാൻ അവിടെ ഒരു കോമയിട്ടു, അത്രമാത്രം. ചുറ്റുപാടും ഒരുപാട് നല്ല മനുഷ്യർ. കരഞ്ഞു തളർന്നവന് ഒന്ന് ചായാൻ, ചുമര് നീട്ടിക്കൊടുക്കാൻ സന്നദ്ധരായാൽ, സങ്കടങ്ങളൊക്കെ ഒന്ന് കേൾക്കാൻ മനസ്സുണ്ടായാൽ, ഒരു ചിലവുമില്ലാത്ത പുണ്യകർമ്മമാകുന്നു അതൊക്കെ. നല്ല ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് സ്നേഹം. കുടുംബം, ദേശം, ഭാഷ മുതലായ ഭിന്നതകളൊന്നും സ്നേഹിക്കാനോ സ്നേഹിക്കപ്പെടാനോ തടസ്സമായിക്കൂടാ. അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ആത്മാവ് ഏതൊരുവൻ്റെ കയ്യിലാണോ അവനെക്കൊണ്ട് സത്യം, നിങ്ങൾ വിശ്വസിച്ചാലല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല. നിങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരായല്ലാതെ വിശ്വാസികളായിത്തീരുന്നതുമല്ല. ആയതിനാൽ നിങ്ങൾക്ക് ഞാനൊരു കാര്യം അറിയിച്ചു തരട്ടെയോ? അത് ചെയ്താൽ നിങ്ങൾ അന്യോന്യം സ്നേഹമുള്ളവരായിത്തീരും. അതായത് നിങ്ങൾ പരസ്പരം സലാം വർദ്ധിപ്പിക്കുക. പ്രവാചകൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഉന്നതനായ അള്ളാഹു അന്ത്യനാളിൽ പറയുന്നതാണ്, എൻ്റെ മഹത്വത്തിൻ്റെ പേരിൽ സ്നേഹിച്ചവനെവിടെ? ഇന്നു ഞാൻ അവർക്കു തണലേകുന്നതാണ്, എൻ്റെ തണലല്ലാതെ തണലില്ലാത്ത ഇന്ന്. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.